ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ഒരു കോഴ്സ് രൂപത്തിൽ ഈ ഒരു ചാനലിലൂടെ അവതരിപ്പിക്കുകയാണ്. ഏത് തുടക്കക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നുള്ളത് പറഞ്ഞു തുടങ്ങാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മുടെ ചുറ്റും ഒരുപാട് റീറ്റെയിൽ ഷോപ്സ് ഉണ്ട്. ചില്ലറ കച്ചവടം നടത്തുന്ന ഒത്തിരി ഷോപ്സ് നമുക്ക് കാണാം. പല പ്രൊഡക്ട്സാണ് അവർ വിൽക്കുന്നത്. പക്ഷേ ഇവരൊക്കെ അവരുടെ ഷോപ്പിൽ അവരുടെ പ്രൊഡക്ട്സ് സ്റ്റോക്കായിട്ട് ഇൻവെൻട്രി ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് അല്ലേ? ഏതൊക്കെ ടൈപ്പിലുള്ള പ്രൊഡക്ട്സ് വിൽക്കുന്നവരും ആവട്ടെ, അവരെല്ലാം അവരുടെ ഷോപ്പിൽ ഏറ്റവും ഡിമാൻഡുള്ള സാധനം അധികം വയ്ക്കാനും ഏറ്റവും ഡിമാൻഡ് കുറവുള്ള സാധനം കുറച്ച് മാത്രം കയ്യിൽ വെക്കാനായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. റെഗുലർലി അവർ അവരുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ടാണ് അവരുടെ ബിസിനസ് ചെയ്യുന്നത്. ഓരോ സ്റ്റോക്ക് കുറയുന്നതിനും അതിനനുസരിച്ചിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെച്ചതിന് ശേഷമാണ് അവരവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിലാവട്ടെ ഇത്തരത്തിൽ യാതൊരു ഇൻവെൻട്രിയും കയ്യിൽ ഹോൾഡ് ചെയ്യാതെയാണ് അവരവരുടെ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ചില്ലറ കച്ചവടം നടത്തുന്നവർക്കിടയിൽ ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ്. ഇവരുടെ സ്റ്റോറിൽ നിന്ന്, അതായത് ഓൺലൈൻ സ്റ്റോറിലെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് കയ്യിൽ യാതൊരു സ്റ്റോക്കും ഇല്ലാതെയാണ്. ഇതെങ്ങനെ സാധ്യമാവുന്നു എന്നുള്ളതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഇത് Alibaba.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു B2B ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. അതായത് ബിസിനസ് ടു ബിസിനസ് ആയിട്ടുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് B2C ആണ്. അതായത് അവർ കസ്റ്റമേഴ്സിനാണ് വിൽക്കുന്നത് ഡയറക്റ്റായിട്ട്. ബിസിനസ് ടു കസ്റ്റമേഴ്സ് ആണ് B2C എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് B2B ആണ്, ബിസിനസ് ടു ബിസിനസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തരത്തിലുള്ള കാറ്റഗറീസിലുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. അതായത് ഇത് ഹോൾസെയിലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് താല്പര്യമുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തിയിട്ട് അതിൻ്റെ സപ്ലയറുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ കസ്റ്റമർക്ക് ഡയറക്റ്റായിട്ട് ഒരു യൂണിറ്റ്, അതായത് അവർ എത്രയാണോ യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും യൂണിറ്റ് നിങ്ങൾ ഡയറക്റ്റായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളൊരു സപ്ലയറുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നൽകുന്നത്. നിങ്ങളുടെ കയ്യിൽ പക്ഷേ യാതൊരു വിധത്തിലും ആ ഒരു പ്രൊഡക്ട്സ് സ്റ്റോക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓർഡേഴ്സ് ലഭിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു സപ്ലയർക്ക് ഡയറക്റ്റായിട്ട് അവരുടെ ആ ഒരു കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് എത്ര യൂണിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സറൗണ്ടിങ്സിൽ ഒത്തിരി കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ആ സപ്ലയറിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, ഇങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിലെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മളൊരു സപ്ലയറിനെ അവരുടെ പ്രൊഡക്റ്റിനെ വിലയിരുത്തുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും 5 to 299 പീസസ്. അതായത് 5 മുതൽ ഏറ്റവും ചുരുങ്ങിയത് 5 നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. 5 മുതൽ 299 യൂണിറ്റ്സ് വരെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഈ ഒരു എമൗണ്ട് ആണ്. അതുപോലെ 300 മുതൽ 2999 പീസസ് വരെയാണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $9 വരുള്ളൂ. ഇനി 3000 മുതൽ 29,999 പീസസ് വരെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $8.62 ആണ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി 30,000 മുകളിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ $7.87 നിങ്ങൾക്ക് വരുന്നുള്ളൂ. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ്. കപ്പാസിറ്റി ചൂസ് ചെയ്യാനുള്ളത് എത്രയാണെന്നുള്ളത് അവർ കാണിക്കുന്നുണ്ട്. കപ്പാസിറ്റി ഇതിൻ്റെ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് കോൺടാക്ട് സപ്ലയർ ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സപ്ലയറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഡ്രോപ്പ് ഷിപ്പിങ്ങിന് സ്യൂട്ടബിൾ ആണ് അല്ലേ എന്നുള്ളത്. നിങ്ങൾ ഇത്തരത്തിലൊരു പ്രൊഡക്റ്റാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ഡിമാൻഡ് ഉണ്ടാവുമോ എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾക്കിവിടെ കാണാം കസ്റ്റമൈസ്ഡ് ലോഗോ പ്രിൻറ്റിംഗ് എന്നുള്ളത്. അതായത് നിങ്ങൾ പറയുന്ന ബ്രാൻഡിൽ പറയുന്ന ലോഗോയിൽ ഇവർ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് അത് അയച്ചു കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ലീഡ് ടൈം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1 മുതൽ 2000 പീസസ് വരെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് 9 ദിവസമാണ് സമയം എടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഒരു സാമ്പിൾ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ
അവർ പറയുന്നുണ്ട് ഇതിൻ്റെ മാക്സിമം ഓർഡർ ക്വാണ്ടിറ്റി, അതായത് മാക്സിമം ഒരു പീസ് മാത്രമേ നിങ്ങൾക്ക് സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. സാമ്പിളിൻ്റെ സിംഗിൾ പീസിൻ്റെ പ്രൈസ് വരുന്നത് $13.50 ആണ്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഓർഡർ സാമ്പിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സപ്ലയറിൻ്റെ ഓർഡർ വോളിയം എത്രയാണെന്നുള്ളത് കാണാം. അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള സെയിൽസ് എത്രയാണ്, ലാസ്റ്റ് 30 ഡേയ്സിൽ സെയിൽസ് എമൗണ്ട് $1,000 എബോവ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് 180 ഡേയ്സിൽ ഓർഡർ വോളിയം 30+ ആണ്. ലാസ്റ്റ് 180 ഡേയ്സിൽ $10,000 മുകളിൽ അവർ സെല് ചെയ്തിട്ടുണ്ട്. ഇൻക്വയറീസ് അവർക്ക് വന്നിട്ടുള്ളത് 160-ലധികമാണ്. അപ്പോൾ ഒരു എക്സാക്ട് ഫിഗർ ഇവർ കൊടുക്കില്ല, കാരണം അത് കോമ്പറ്റീഷൻ ബാധിക്കുമല്ലോ. അതുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ആ ഒരു പെർട്ടിക്കുലർ സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആ ഒരു പെർട്ടിക്കുലർ സപ്ലയറിൻ്റെ മറ്റ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം, അവരെന്തൊക്കെ പ്രൊഡക്ട്സാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ പല ടൈപ്പിലുള്ള പല പ്രൊഡക്ട്സ് ഇവർ വിൽക്കുന്നുണ്ട്. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാം എത്ര ട്രാൻസാക്ഷൻസ് ആണ് അവർ ഫുൾഫിൽ ചെയ്തേക്കണേ എന്നുള്ളത്. ഇത് നമുക്ക് കാണാം ഇവരുടെ കമ്പനി ഓവർവ്യൂ. മൊത്തം ഇവർക്ക് 4.5 റേറ്റിംഗ് ഉണ്ട് ഔട്ട് ഓഫ് 5. അവരുടെ ടോട്ടൽ ആനുവൽ റവന്യൂ ഒക്കെ അവർ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ട്രേഡ് മാർക്ക്, അവരുടെ പ്രൊഡക്ഷൻ്റെ സർട്ടിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സപ്ലയർ എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ സപ്ലയറായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു സപ്ലയറിൻ്റെ മാത്രം പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്ലയറിൻ്റെ അടുത്തുനിന്ന് അവരുടെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ വെബ്സൈറ്റിൽ ഈ പ്രൊഡക്ട്സ് എല്ലാം ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന് ട്രാഫിക് കൊണ്ടുവരുന്ന രീതിയിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവഞ്ച്വലി എന്തായാലും ഓർഡേഴ്സ് റിസീവ് ആവുമല്ലോ. അപ്പോൾ ഈ ഓർഡേഴ്സ് റിസീവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സപ്ലയറിൻ്റെ അടുത്തുനിന്ന് അത്രയും ഓർഡേഴ്സ് എത്രയാണോ വന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ സപ്ലയർ തന്നെ ആ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് ഷിപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓർഡേഴ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി എങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് വർക്ക് ആവുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ബെനിഫിറ്റ്സും ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ചാലഞ്ചസും എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിയാം. ഡ്രോപ്പ് ഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് സ്റ്റോക്സ് ഒന്നും കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല, അതൊന്നും നേരത്തെ കൂട്ടി നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല ഇതൊന്നും പർച്ചേസ് ചെയ്യാതെ തന്നെ നമുക്ക് ഒത്തിരി റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആളുകൾക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. ലൊക്കേഷൻ ഇതിനകത്തൊരു വിഷയമേ അല്ല. സാധാരണ ഒരു ഷോപ്പ് ഇട്ടിരിക്കുന്ന പോലെയല്ല, നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ് പെട്ടെന്ന് തന്നെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ചാലഞ്ചസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ലോവർ ആയിട്ടുള്ള കുറഞ്ഞ പ്രോഫിറ്റ് മാർജിൻ ആയിരിക്കും ലഭിക്കുക. കാരണം നമുക്ക് നമ്മുടെ സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ട് വേണമല്ലോ. ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ട് റീറ്റെയിൽ റേറ്റിലാണ് നമ്മൾ സെല് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പ്രോഫിറ്റ് മാർജിൻ ജനറലി ലോ ആയിരിക്കും നമ്മുടെ ട്രഡീഷണൽ റീറ്റെയിൽ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇതെന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ റീറ്റെയിൽ രീതി എന്ന് ഉദ്ദേശിക്കുന്നത് ഷോപ്സിലൂടെ സെല് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിങ്ങിന് അത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ്ങും മാർക്കറ്റിംഗ് എക്സ്പെൻസസും ബാലൻസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ സപ്ലയേഴ്സിനെ റിലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് റിലയബിൾ ആയിട്ടുള്ള സപ്ലയേഴ്സിനെ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സ്റ്റോക്ക് ഷോർട്ടേജ് ഉണ്ടായി, നിങ്ങളുടെ വെബ്സൈറ്റിൽ സ്റ്റോക്ക് കാണിച്ചു, പക്ഷേ സപ്ലയറിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ല. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ തന്നെ സപ്ലയർ അത് പ്രോപ്പറായിട്ട് ഷിപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഷിപ്പ് ചെയ്തു പക്ഷേ അത് ഡിലേ ആയി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡിലേഡ് ഷിപ്മെൻറ്റ്സ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പുവറാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനെയും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ എല്ലാം ബാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്ലയേഴ്സിനെ റിലൈ ചെയ്യുന്ന ഈ ഒരു
ബിസിനസ് രീതി കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അടുത്തൊരു കാര്യമാണ് ഷിപ്പിംഗ് കോംപ്ലക്സിറ്റീസ്. അതായത് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ എപ്പോഴും ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് പൊതുവേ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങർ ആയിട്ടുള്ള ഡെലിവറി ടൈം ആയിരിക്കും. അതായത് സാധാരണ 10 ദിവസം കൊണ്ട് എത്തുന്ന ഒരു സാധനം നിങ്ങൾ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 30-45 ദിവസം എടുക്കാം ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആവുന്ന സമയത്ത്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈ ആയിട്ടുള്ള ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും വരിക. അപ്പോൾ ഇതെല്ലാം കസ്റ്റംസ് ഇഷ്യൂ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പ്രോബ്ലം ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ളത്, അത് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്, എസ്പെഷ്യലി ഷിപ്പിങ്ങിൻ്റെ കാര്യം വരുന്ന സമയത്ത്. അടുത്തതായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ് ഹൈ കോമ്പറ്റീഷൻ. അതായത് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനായിട്ട് നമുക്കറിയാം ചെറിയ ഒരു എൻട്രി ബാരിയറേ ഉള്ളൂ. കാരണം ആർക്കും ഇൻവെൻട്രി വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി സെല്ലേഴ്സ് നിങ്ങളുടെ സെയിം പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ വിൽക്കുന്നവരുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. നിങ്ങൾ ഏത് ടൈപ്പിലുള്ള പ്രൊഡക്ട്സ് ആണോ ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് വരിക. അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള നിഷിലാണ് നിങ്ങൾ സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹൈ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്ട്സിനെ നിങ്ങളൊരു യുണീക്ക് ബ്രാൻഡിങ് ചെയ്തിട്ട് ഒരു നല്ല രീതിയിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് ഒക്കെ ഓഫർ ചെയ്തിട്ട് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും ഡ്രോപ്പ് ഷിപ്പിംഗ് വിജയകരമായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. അഞ്ചാമത്തെ ഒരു പ്രശ്നമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾ നേരിട്ടിട്ട് പർച്ചേസ് ചെയ്ത് അത് പാക്ക് ചെയ്ത് അയക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്ട്സിന് എത്രത്തോണ്ട് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായേക്കാം. പക്ഷേ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സപ്ലയേഴ്സിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ റെഗുലറായിട്ട് ക്വാളിറ്റി ചെക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്ത്യയിൽ എത്രത്തോണ്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് മാർക്കറ്റ് വർക്ക് ആവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഇ-കൊമേഴ്സ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഗ്രോത്തിൻ്റെ സ്റ്റേജിലാണുള്ളത്. ഇപ്പോൾ 2026 ആകുമ്പോഴേക്കും ഒരു $200 ബില്യൻ്റെ അങ്ങോട്ട് നമ്മുടെ ഇ-കൊമേഴ്സ് മാർക്കറ്റ് വളരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലിപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗ്ലോബലി തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻ്റർനെറ്റ് മാർക്കറ്റാണ്. അതായത് ഇൻ്റർനെറ്റ് നല്ല രീതിയിൽ കൺസ്യൂം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മൾ. അതുകൊണ്ട് തന്നെ ഇ-കൊമേഴ്സ് ബിസിനസ്സിനൊക്കെ നല്ല സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല നമുക്ക് ഇന്ത്യയിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല നല്ല സ്മാർട്ട് ഫോൺസ് ഒക്കെ ലഭിക്കാൻ തുടങ്ങിയപ്പോൾ ഇതും ഓൺലൈൻ ഷോപ്പിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വൈഡായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. മാത്രമല്ല ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, കുറച്ചും കൂടി ആളുകൾ ഓൺലൈൻ ഷോപ്പിങ്ങിൽ വിശ്വസിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആളുകളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. മുമ്പൊക്കെ ആളുകൾക്ക് ഓൺലൈനായിട്ടൊരു പ്രൊഡക്റ്റ് കണ്ടു, അത് അവർക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് ഈ ഒരു ഭയം കാരണം അവർ വാങ്ങാതിരിക്കലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ പേയ്മെൻറ്റിലുള്ള പ്രശ്നങ്ങൾ, അതായത് പേയ്മെൻറ്റ് എത്രത്തോളം സെക്യൂർ ആയിട്ട് അവർക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ബാങ്ക് ഡീറ്റെയിൽസോ ഷെയർ ചെയ്യാനായിട്ടുള്ള വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത്, ആ ഒരു കാര്യത്തിൽ അവർക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈസി ആയിട്ടുള്ള റിട്ടേൺ പോളിസീസ് നമുക്ക് ഓഫർ ചെയ്യാം, ഡൈവേഴ്സ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആളുകൾക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കുറച്ചുകൂടി ട്രസ്റ്റ് ആളുകളിലേക്ക് കൊണ്ടുവരും. ഇതും ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാലാമതായിട്ട് ഫേവറബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് പോളിസീസ്, അതായത് ഇന്ത്യയിലെ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ, മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയൊക്കെയുള്ള ഇ-കൊമേഴ്സിനും ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിനെല്ലാം നല്ലൊരു എൻവിറോൺമെൻ്റ് ആണ് കൊണ്ടുതരുന്നത്. അതും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.